മുനമ്പം നിവാസികൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ സാധ്യത തെളിഞ്ഞു. കേസിന്റെ തീർപ്പ് വരെ വഖഫ് നോട്ടീസിൽ നിന്ന് സംരക്ഷണം നൽകാമെന്ന് ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഉറപ്പുണ്ട്. സിവിൽ കോടതിയിൽ ഇഞ്ചക്ഷൻ നേടിയെടുക്കാൻ പ്രദേശവാസികൾക്കാകുമെന്നും ഉടമസ്ഥാവകാശ തർക്കത്തിൽ ഇടപെടാൻ ഇല്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരാമർശമുണ്ട്. വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ് ചേരുന്നത് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇപ്പോൾ മുനമ്പത്തെ ഈ വിഷയത്തിൽ അതിൽ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഈ നിരീക്ഷണം അത് ഏത് രീതിയിലാണ് അവിടുത്തെ പ്രദേശവാസികൾക്ക് സഹായമായി മാറുന്നത്? ഇതിന്റെ ഒരു സാങ്കേതികത്വം എന്താണ്? ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പ്രജിൻ പറയാം. പക്ഷേ അപ്പോഴും ഇത് നിയമ നടപടികളിലൂടെ മാത്രമേ തലമുറകളായി തങ്ങൾ കൈവശം വയ്ക്കുന്ന ഭൂമിയിൽ അവർക്ക് അവകാശം ഉറപ്പിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ആ കേസിലും നിയമ നടപടികളിലും ഇടപെടാനില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം ഒരു ആശ്വാസം എന്ന രീതിയിൽ കോടതിയിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഭൂമി ഏറ്റെടുക്കാനുള്ള വഖഫ് ബോർഡിന്റെ നടപടി ചോദ്യം ചെയ്ത് സിവിൽ കോടതിയെ സമീപിക്കാം എന്ന് ഹൈക്കോടതി ഹർജിക്കാരനോട് പറഞ്ഞിരിക്കുന്നു. ഹർജിക്കാരന് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. സിവിൽ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയെടുക്കുന്നത് വരെ ഇടക്കാല സംരക്ഷണം നൽകാം എന്ന ഉറപ്പും കോടതി നൽകിയിട്ടുണ്ട്. ഈ 17-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ കൃത്യമായ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് അത് കോടതിയിൽ നിന്നും കിട്ടും. അതായത് സിവിൽ കോടതിയിൽ പോയി വഖഫ് ബോർഡിന്റെ നടപടികൾ നോട്ടീസിനെതിരെ ഒരു സ്റ്റേ മേടിക്കുന്നത് വരെ ഹൈക്കോടതിയുടെ ഒരു സംരക്ഷണം കിട്ടും എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കുന്ന വഖഫ് ബോർഡ് നടപടികളിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷേ അത് ശാശ്വതമായ ഒരു നടപടിയല്ല. സിവിൽ കോടതിയിൽ തന്നെ ഇവർ കേസ് പറഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഒരു സ്റ്റേ സിവിൽ കോടതിയിൽ നിന്നും വാങ്ങേണ്ടി വരും. പിന്നീട് കേസ് പറഞ്ഞ് തീർക്കേണ്ടിയും വരും. അതിന് ഇടയിലുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ഇടക്കാല സംരക്ഷണം തരാം എന്നാണ് കോടതി പറയുന്നത്. ശ്രീകാന്തിന് പ്രത്യേകമായ ഒരു കാലാവധിയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഈ പറയുന്ന പോലെ സിവിൽ കോടതിയിലേക്ക് ഒരു പരാതി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹർജികൾ വരാം. അതിൽ കൃത്യമായ വാദങ്ങൾ നടക്കേണ്ടതുണ്ട്, അത് പരിഗണിക്കേണ്ടതുണ്ട് കോടതി. അതിൽ സ്റ്റേ വാങ്ങുക എന്ന നേരത്തെ ശ്രീകാന്ത് പറഞ്ഞു. അങ്ങനെ ഒരു ആദ്യ ഘട്ടമുണ്ട്. ഒരുപക്ഷെ സ്റ്റേ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം അനുമാനങ്ങളാണ്. അപ്പോൾ കോടതി എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിരീക്ഷണത്തിലേക്ക് പോയത് എന്ന് എങ്ങനെ കരുതാം? ഹൈക്കോടതിക്ക് ഈ സിവിൽ മാറ്ററിൽ ഇടപെടുന്നതിന് ഒരു പക്ഷേ പരിമിതികൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് ആക്റ്റുമായി ബന്ധപ്പെട്ട കേസുകളാണ്, റവന്യൂ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാണ്. അതിൽ ഹൈക്കോടതി ഒരു പക്ഷേ നേരിട്ട് ഇടപെടുന്നതിനുള്ള പരിമിതികൾ ഒരു പക്ഷേ കോടതിക്ക് ബോധ്യമുണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സിവിൽ കോടതിയിൽ തന്നെ തീർക്കട്ടെ എന്ന് കോടതി തീരുമാനിച്ച്. സാധാരണ റവന്യൂ കേസുകൾ ഇത്തരത്തിൽ സിവിൽ കോടതിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോകാറുള്ളത്. അതായിരിക്കാം കോടതി ഉദ്ദേശിച്ചത്. പക്ഷേ അതിനു മുൻപായി തന്നെ വഖഫിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്ന സംശയം ഈ ഹർജിക്കാരൻ പ്രകടിപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനിടക്കാല സംരക്ഷണം തരാം എന്നാണ് കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ സിവിൽ കോടതിയെ സമീപിക്കുമ്പോൾ സാധാരണ വാദം കേൾക്കുന്നതിന് മുൻപ് ഒരു സ്റ്റേ കൊടുക്കാറുണ്ട്. അതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ശേഷം വിശദമായ വാദം കേട്ട് തീർപ്പിലേക്ക് എത്താറാണ് പതിവ്. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിനുള്ള ഒരു അവസരം കോടതി ഒരുക്കി കൊടുക്കുകയാണ്. മറിച്ചൊന്നും ചെയ്യാൻ ഒരു പക്ഷേ നിയമപ്രകാരം കോടതിക്ക് സാധിച്ചേക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീകാന്ത്, നിലവിലൊരു കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പോൾ സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷൻ ഉണ്ട്. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോൾ മുനമ്പം നിവാസികൾക്ക് ഈ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു സഹായം അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം എന്ന് പറയാം, അതിനോട് എങ്ങനെയായിരിക്കും ഇനി അവിടുത്തെ പ്രദേശവാസികൾ പ്രതികരിക്കുക? അവർക്ക് ഈ രീതിയിൽ നിയമ വഴിയിലൂടെ പോയിട്ട് അത് നേടിയെടുക്കുക എന്നതാണോ താല്പര്യം ഉണ്ടാവുക, അല്ല സർക്കാർ തലത്തിൽ ഇതിനൊരു തീർപ്പുണ്ടാക്കുക എന്നതാണോ? ഏതാണ് അവർക്ക് സാധ്യമായ എളുപ്പവഴി? നിയമവഴിയിലൂടെ പോയാൽ ഇത് കാലാകാലം ഈ കേസ് ഇങ്ങനെ നിൽക്കും. ഒരുപാട് പണം ചെലവാകും. മാത്രമല്ല ഇത് ഒരാളുടെ മാത്രം കേസല്ല, ഒട്ടനവധി ആളുകൾ ഉൾപ്പെട്ട കേസാണ്. ഈ പശ്ചാത്തലത്തിൽ നിയമപരമായ നടപടിയിലേക്ക് കടക്കാൻ ഒരു പക്ഷേ അവർക്ക് താല്പര്യവും ഉണ്ടാകില്ല. പകരം കമ്മീഷനെ സർക്കാർ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിലും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തിക പരിഹാരം. പക്ഷേ അതിനിടയിലും നിയമപരമായ പഴുത് അവർ തേടുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീണ്ടും ഇത് സിവിൽ കോടതിയിലേക്ക് കേസ് തിരിച്ചെത്താൻ പോകുന്നു. ഹൈക്കോടതിയിൽ അത്രയധികം കണ്ട് ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കിയിട്ടാകണം കോടതിയും ഇത് കൃത്യമായി തന്നെ സിവിൽ കോടതിയിലേക്ക് പോകുക, തൽക്കാലം ഒരു ഇടക്കാല സംരക്ഷണം തരാം എന്ന് പറഞ്ഞത്. ശ്രീകാന്ത്, തീർപ്പുണ്ടാകും വരെ സിവിൽ കോടതിയിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രദേശവാസികൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. അവിടെ ഒരു തീർപ്പുണ്ടാകും വരെ സംരക്ഷണം നൽകാമെന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ടല്ലോ.
അപ്പോൾ അതിൽ പ്രദേശവാസികൾ അവരുടെ പ്രതികരണമാണ് നമുക്കിനി അറിയേണ്ടത്. അതിനവർ അനുകൂലമായി പ്രതികരിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ശ്രീകാന്ത്, പ്രജന, അതിൽ സ്റ്റേ കിട്ടുന്നിടം വരെയാണ് ഈ സിവിൽ കോടതിയിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ അത് കിട്ടുന്നിടം വരെയാണ് ഈ ഇടക്കാല സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞത്. സാധാരണ ഇത്തരം സിവിൽ മാറ്ററുകൾ സിവിൽ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റേ കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിൽ തുടർവാദം കേട്ട് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതാണ് രീതി. അതാണ് ഒരു കീഴ്വഴക്കവും. അത് ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നായിരിക്കണം ഒരു പക്ഷേ ഹൈക്കോടതി അനുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേ ഇഞ്ചക്ഷൻ കിട്ടുന്നത് വരെ ഉള്ള ആ ഒരു ഇടക്കാലത്ത്, അത് ചെറിയൊരു പീരീഡാണ്, ആ പീരീഡിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അതിന് പ്രൊട്ടക്ഷൻ തരാം, ഇടക്കാല സംരക്ഷണം തരാം എന്ന് ഹൈക്കോടതി പറഞ്ഞത്. അത് എങ്ങനെ അവർ സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്, ഭൂമി അവരുടേത് തന്നെ എന്ന് ഉറപ്പിക്കലാണ്. അത് കോടതി വഴി നീങ്ങണം, ഇനിയും നീങ്ങേണ്ടി വരും, അത് സിവിൽ കോടതിയിൽ തന്നെ നീങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ അവരെങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ തങ്ങളുടെ ഭൂമിയാണെന്ന് മുനമ്പത്തെ പ്രദേശവാസികൾ പറയുന്നു, അല്ലാതെ വഖഫ് ഭൂമിയാണെന്നാണല്ലോ എതിർ കക്ഷിയുടെ വാദം. അപ്പോൾ അവർ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കാം? ഇതുപോലെ നിയമവഴിയിലേക്ക് അവരും പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ശ്രീകാന്ത്? ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഇതിൽ കമ്മീഷന്റെ ഒരു ഇടപെടൽ, സർക്കാരിന്റെ ഇടപെടൽ, അത് മാത്രമാണ് ഇതിൽ എന്തെങ്കിലും ഇളവോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കാൻ ഉതകുന്നതായിട്ടുള്ളൂ. നിയമവഴിയിലൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് വഖഫ് ഭൂമി എന്ന രീതിയിൽ വഖഫ് ബോർഡ് അടക്കം ക്ലെയിം ചെയ്യും. വഖഫ് സംരക്ഷണ സമിതി ഇതിൽ പാർട്ടിയാണ്, അതിൽ അവർ ക്ലെയിം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയിൽ ശക്തമായ വാദം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും ഈ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടി, കിട്ടുന്നതിന് വേണ്ടി. നേരെ മറിച്ച് സർക്കാരിൻ്റെ ഇടപെടൽ, ഈ കമ്മീഷന്റെ ഇടപെടലിൽ ഒരു സമവായം ഉണ്ടായാൽ അത് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തും എന്ന് കരുതാം. ഇല്ലെങ്കിൽ ഇത് കോടതിയിൽ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വ്യക്തമാണ് ശ്രീകാന്ത്. എന്തായാലും അതാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായെങ്കിലും അതിൽ ഏത് രീതിയിൽ ഒരു സമവായം ഉണ്ടാകും എന്നതാണ് നമ്മൾ സംശയപ്പെടുന്നത്. കാരണം അതിൽ നീണ്ടുപോകാം ഈ കേസും ഈ വാദങ്ങളും ഒക്കെ തന്നെ. കാരണം സിവിൽ കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർത്തുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതിക്കും രംഗത്ത് വരാം. അതേസമയം മുൻപും പ്രദേശവാസികളും അവരുടെ ആവശ്യങ്ങളുമായി കോടതിയിലേക്ക് പോകാം. അത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതാണ് അതിന് നമുക്ക് അറിയാത്തൊരു കാര്യം. പക്ഷേ ഒരു തീർപ്പുണ്ടാകും, ഒരു ഇഞ്ചക്ഷൻ നേടിയെടുക്കും വരെ സംരക്ഷണം നൽകാമെന്ന ഉറപ്പ് ഹൈക്കോടതി നൽകുന്നുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തോട് അവിടുത്തെ സമരസമിതി പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.